ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എല്ലാവർക്കും അല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ദിവസത്തെ വ്ളോഗുകളാണ് കേട്ടോ. നമ്മളുടെ ഇവിടെ മീററ്റിലെ ഹോളി ആഘോഷത്തിൻ്റെ അതൊക്കെ വെച്ചിട്ട് 2-3 ദിവസത്തെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാണിക്കുന്നത് രാവിലെ ആണെങ്കിലും രാവിലെ തൊട്ടുള്ള കാര്യങ്ങളില്ല. രാവിലെ ദേ വന്നപ്പോൾ മരത്തിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിരുന്നു. വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഞാനങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാനും ഒക്കെ സമയം കിട്ടുന്നില്ല. പിന്നെ എന്തോ ഒരു മൈൻഡും അത്ര നല്ലതല്ല. ഇത് ഹോളിക്ക്, അതായത് നമ്മൾ ഈ കളർ പൊടിയൊക്കെ ഇടുന്ന ഹോളി ദിവസത്തിനും 2 ദിവസം മുന്നേ ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ ബാക്ക് സൈഡിലാണ് ലേഖാനഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ കടയും കുറേ ആളുകൾ താമസിക്കുന്നതും ഒക്കെയുണ്ട്. അപ്പോൾ അവിടുത്തെ ഹോളി ആഘോഷമാണ്. നല്ല മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെയുണ്ട്, DJ ഒക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിതിന് സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. എനിക്ക് കുറേ തവണ കോപ്പിറൈറ്റ് വന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ സൗണ്ട് ഇടാത്തത്. ഇങ്ങനെ എല്ലാം അലങ്കരിച്ച് അവിടെ മ്യൂസിക്കൊക്കെ ഇട്ടു. പിള്ളേരൊക്കെ ഭയങ്കര വഴക്കായിരുന്നു അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 3-4 പേരുണ്ട് നമ്മുടെ ഈ ഒരു ക്വാർട്ടേഴ്സിൽ ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ പോയി. അങ്ങനെ കുട്ടികളെല്ലാം ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇപ്പോൾ കാണാം, നമ്മുടെ ഈ വിറകൊക്കെ കൂടെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് അതിന് തീ കത്തിക്കും. അതാണ് ഹോളിയുടെ ആദ്യത്തെ ഈ ഒരു ഡേയിൽ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടൊരു 2 days ഒറ്റ കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ കളറൊക്കെ ഇട്ടിട്ട് ഹോളി ആഘോഷിക്കുന്നത്. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ പിള്ളേർ ഭയങ്കര ഡാൻസ് കളിയും മേളമൊക്കെ ആയിരുന്നു. കുറച്ച് നേരം ഒരു 1/2 hour അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തിരിച്ചു പോരുന്നു. പിന്നെ ഒരു 10-10:30 കണ്ടായപ്പോഴാണ് ഇതിന് തീ കത്തിച്ചത്. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, കുഞ്ഞുറങ്ങി, അല്ലി ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ഇതേ ഈ വിറവിനാണ് തീ കൊളുത്തുന്നത്. ഇങ്ങനെ മേളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഹൈറ്റുണ്ട്, ഹൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്വാർട്ടറിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തീ മേൽഭാഗമൊക്കെ കാണാമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് പോയത്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഗ്യാങ്. ഒരു 12 ഫാമിലി ഉണ്ട്, ഒരു വീട് പോലെയാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമല്ല, ഹോളീൻ്റെ അന്നോ അതിൻ്റെ പിറ്റത്തോ, ഇത് കത്തിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾ സാധനം വാങ്ങാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ പോയപ്പം, അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ കണ്ട ഇത് കത്തിച്ചതിൻ്റെ ചാരമൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോളീൻ്റെ അന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പൂര ആഘോഷമായിരുന്നു. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളർ വാരി ഏറിയൽ, വെള്ളം എടുത്ത് ഒഴിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളും ഒക്കെ എൻജോയ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഇത് 2ാമത്തെ ഹോളിയാണ് കേട്ടോ. അടുത്ത ഹോളിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഉണ്ടാവില്ല, മിക്കവാറും നമ്മൾ നട്ടിപ്പറ്റും. അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊടി എറിഞ്ഞു, കുട്ടികൾ കരച്ചിൽ, കണ്ണി വീണു, മൂക്കി വീണു, നോവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളവും ഇതെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ തണുത്ത് വിറച്ച് വെയിലത്ത് പോയിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലിക്കുഞ്ഞിൻ്റെ ആദ്യത്തെ ഹോളിയാണ്. കഴിഞ്ഞ ഹോളിക്ക് ഞാൻ അവളെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവൾ എല്ലാം കണ്ടു. അപ്പോൾ അങ്ങുഞ്ഞൊക്കെ വെള്ളമൊക്കെ ദേഹത്ത് വീണപ്പോൾ കരയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തു. നമ്മളുടെ ഈ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു 4-5 പേര് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് എല്ലാവർക്കും. എന്നാലും എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഹോളിയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കാര്യമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ കുറേ ആയി വീഡിയോസ് ഇട്ടത്. എൻ്റെ വീഡിയോ കുറേ ഞാനിങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും അതിനെ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നുമുള്ളൊരു ടൈം പിന്നെ അങ്ങനെ കിട്ടാറില്ല. അല്ലി ഇപ്പോൾ മുട്ടുകാലം എഴുകയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം കൂടെ മാനേജായി വരാൻ കുറേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടിട്ടാണ് ഇടാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വന്നെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞു കുട്ടി ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചിയുടെ പരിപാടിയാണിത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.